ഓക്കെ. ശ്രീലങ്കയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ട്രിങ്കോമാലി എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെ ഉള്ള കടലാണ്, നല്ല ക്ലീൻ വാട്ടറാണ്, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പൊതുവെ യൂറോപ്യന്മാർ മാത്രമാണ് ഇവിടെ കൂടുതൽ വരാറുള്ളത്. നമ്മുടെ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികളൊന്നും ഈ ഒരു ട്രിങ്കോമാലിയിലേക്ക് വരലില്ല. അപ്പോൾ അവിടുത്തെ കടലാണ് ഈ കാണുന്നത്, നല്ല രസമുള്ള കടലാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ട്രിങ്കോമാലി, ശ്രീലങ്കയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ട്രിങ്കോമാലി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ലോക്കൽ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇപ്പോൾ സമയം രാവിലെ 7:45. ഇതാണ് ട്രിങ്കോമാലിയിൽ ഞാൻ ഇന്നലെ രാത്രി വന്ന് കിടന്നുറങ്ങിയ ഹോട്ടൽ. അപ്പം ഇനി ഒന്ന് ഞാൻ പുറത്തേക്ക് കറങ്ങുകയാണ്, സിറ്റിയിലേക്കൊന്ന് നടന്നു പോവാണ്. ഇതിവിടെ ഒരു കോളേജ് ഉണ്ട്. കോളേജിൻ്റെ മുന്നിൽ ട്രാഫിക് പോലീസും കുട്ടി പോലീസുകാരും തമ്മിൽ ട്രാഫിക് നിയന്ത്രിക്കുകയാണ്. ഇത് റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗമാണ്, കുട്ടി പോലീസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻറ്റുമാർ റോഡ് ക്രോസ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. ഇവിടെ 8 മണിക്കാണ് സ്കൂൾ. ഇതൊരു ഹിന്ദു കോളേജാണ്. ഹിന്ദു കോളേജ് തന്നെ ഹിന്ദു മതത്തിൻ്റെ അല്ല, അങ്ങനെ ഒരു പേര് തന്നെ ഉള്ളൂ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് എത്തിയിട്ടുള്ളൂ. നേരത്തെയാണ് സ്കൂൾ, 8 മണിക്കാണ് ഇവിടെ സ്കൂളൊക്കെ. അപ്പോൾ ഇവിടെ ഈ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ഈ കുട്ടി പോലീസും മറ്റേ സാധാ പോലീസും നിൽക്കുകയാണ്. അപ്പോൾ അതൊന്നും നമുക്കിങ്ങനെ കാണാം. ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ് ഇത്. ശ്രീ ഭദ്രകാളി അമ്മാൻ ഹിന്ദു കോവിലാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് കറങ്ങി കാണാം. ഇത് വിദ്യാലയ റോഡാണ് ഈ ഒരു ഭാഗം. ഇവിടുന്ന് സ്വല്പം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ ഹോട്ടലുണ്ടല്ലോ, അറഫാത്ത് ഹോട്ടൽ, പിന്നെ ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉള്ളൊരു സിറ്റി സെൻറ്ററിൽ തന്നെ ഉള്ളത്. ഇവിടെ ഈ ഒരു ഹോട്ടലിൽ ഞാൻ താമസിക്കാൻ കാരണം ഇന്നലെ ബസ്സിൽ വരുന്ന സമയത്ത് ബസ്സിലെ ഈ നാട്ടുകാരൻ ഒരാൾ പറഞ്ഞു ഇവിടെ അതായിരിക്കും നിങ്ങൾക്ക് നന്നാവുക എന്നുള്ളത്. അങ്ങനെയാണ് അവിടെ ഹോട്ടലിൽ താമസിച്ചത്. 3000 രൂപയാണ് ഒരു ദിവസത്തിൻ്റെ വാടക. ഇന്ത്യൻ മണിയല്ല, ശ്രീലങ്കൻ മണി. അപ്പോൾ ഇന്ത്യൻ മണി 1000 രൂപയാണ് ഒരു ദിവസത്തിന്. അപ്പോൾ ഈ കോവിലകവും കോവിൽ പരിസരമൊക്കെ നമുക്കൊന്നിങ്ങനെ കാണാം. ഇവിടെ സാധാരണ നല്ല കളർഫുൾ ആവലുണ്ട്, പക്ഷെ ഇതിന് അത്ര കണ്ട് കളറില്ലാതെ തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വലതുഭാഗത്ത് ആ ഒരു സൈഡാണ് ഈ ഒരു ഭാഗം. നല്ലവണ്ണം കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ കൊത്തുപണികളും നല്ല കളർഫുള്ളായിട്ടുള്ള ഇത് കാണുകയെന്ന് പറഞ്ഞാൽ. അപ്പം ഞാനിതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, അവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഇന്നിപ്പോൾ സമയമില്ല. അപ്പോൾ ട്രിങ്കോമാലി മൊത്തം ഒന്ന് സിറ്റി ഒന്ന് കറങ്ങി കണ്ടതാണ്. ഇതൊരു ലോങ് വ്യൂ ആണ്. അങ്ങ് ദൂരെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ആ ഒരു ഭാഗം അവിടെയാണ് നമ്മളെ മെയിൻ റോഡ് നിൽക്കുന്നത്. ട്രിങ്കോമാലിയിലെ ഫേമസ് അമ്പലം ഒന്നല്ല കേട്ടോ, ഇവിടുത്തെ ഫേമസ് അമ്പലം വേറൊന്നുണ്ട്, അവിടേക്ക് പോകുന്നുണ്ട് ഞാൻ. അതൊരു കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുന്നൊരു നല്ലൊരു വലിയൊരു അമ്പലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കോട്ടൻ്റെ അടുത്താണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്കും ഒന്ന് കാണാൻ പോകണം. അപ്പോൾ ഞാനിതിൻ്റെ
ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് നിൽക്കുന്നത്. ഇവിടെ ഒരു പെണ്ണുങ്ങൾ തേങ്ങ ഉടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാട്ടം പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം, അവളെ ചെയ്യുന്നതൊന്ന്. അപ്പം ഞാനിവിടുന്ന് അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ട് മടങ്ങി പോവുകയാണ്. ട്രിങ്കോമാലിയിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ലോക്കൽ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്നത്തെ ഞാനിപ്പോൾ ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവരാണ് നമ്മളുടെ ഓട്ടോ ഡ്രൈവർ. ഇതാണ് നമ്മുടെ ഓട്ടോ. അപ്പോൾ ഒരു ദിവസത്തിന് ഞാൻ വാടക എടുത്തിക്കണം. 5000 രൂപയാണ് വാടക. ഇപ്പോൾ ട്രിങ്കോമാലി സിറ്റി ഒന്ന് കറങ്ങാൻ പോവാണ്. നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ നൂൽപുട്ട്, വെജിറ്റബിൾ ബിരിയാണിയും വടയാണ് കഴിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് പുമാവാണ് കഴിക്കുന്നത്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം സ്ഥിരം നമ്മുടെ ബട്ടർ പേപ്പർ വേസ്റ്റിൽ കൊണ്ടുപോയിട്ടാണ്. പ്ലേറ്റ് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതാണ് കടൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ്. അപ്പോൾ ഞാൻ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ മാനുകൾ നമ്മളൊപ്പം നിൽക്കും, ഒരു പ്രശ്നമല്ല. നമുക്ക് ഇല കൊടുത്താൽ അത് മാനുകൾ കഴിക്കും. ഈ നാട്ടുകാർ വെച്ച പയ്യന്മാരുണ്ട്. അപ്പോൾ അവരൊരു ഇല നിൽക്കുന്നത്. അപ്പോൾ ഞാനിത് മാനിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കത് കാണാം. ആദ്യമായിട്ടാണ് മാനിന് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ. സാപ്പാട് അങ്ങനെ ഞാനിവിടുന്ന് മറങ്ങുകയാണ്. ഇതിൻ്റെ പാർക്കിൻ്റെ പേര് തന്നെ ഡീർ പാർക്ക് എന്നാണ്. നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മാനിനൊന്ന് തലോടി തൊടുന്നത്. മാനിങ്ങനെ ദൂരത്തുനിന്ന് കാണുകയല്ലാണ്ട് അടുത്തുനിന്ന് ഇതുവരെ തൊടാനൊന്നും പറ്റിയിട്ടില്ല. ഇതാണ് ട്രിങ്കോമാലി ടൗൺ ബീച്ച് എന്നറിയും. ഇവിടെ ബീച്ചുകൾ ഇഷ്ടംപോലെ ബീച്ചുണ്ട്. ബീച്ചോണ്ട് കളിയാൻ പറഞ്ഞിട്ടില്ല. അതേപോലെ ഇഷ്ടം പോലെ ബീച്ചുണ്ട്. അപ്പോൾ ട്രിങ്കോമാലി ടൗൺ ബീച്ചിൽ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ഇവിടെ ഉള്ളവരൊന്നും ബീച്ചിൽ വരലില്ല. അത് ടൂറിസ്റ്റേഴ്സ് മാത്രം തന്നെയുള്ള ബീച്ചിൽ കാര്യമായിട്ട് ഉണ്ടാവാറുണ്ട്.
ഇവിടെ ബീച്ചിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ്, അവിടെയൊക്കെ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇറക്കാണ് അങ്ങോട്ടേക്ക്. കാണത് ഇതുണ്ടോ ഈ സ്റ്റെപ്പ്, അത് കടല്. ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇവിടെ ഒരു ഉയരം, പിന്നെ അത് കഴിഞ്ഞ് അവിടെ, പിന്നെ അങ്ങ് റോഡ്. ശ്രീലങ്കയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ട്രിങ്കോമാലി എന്നുണ്ടല്ല. അവിടെ ഉള്ള കടലാണ്, നല്ല ക്ലീൻ വാട്ടറാണ്, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പൊതുവെ യൂറോപ്യന്മാർ മാത്രമാണ് ഇവിടെ കൂടുതൽ വരാറുള്ളത്. നമ്മുടെ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളൊന്നും ഈ ഒരു ട്രിങ്കോമാലിയിലേക്ക് വരലില്ല. അപ്പോൾ അവിടുത്തെ കടലാണ് ഈ കാണുന്നത്, നല്ല രസമുള്ള കടലാണ്. അങ്ങനെ ഈ ബീച്ചിൽ നിന്ന് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്. ഈ ഓട്ടോ ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ്, നമുക്ക് സൗകര്യം പോലെ നിർത്താൻ കാണാൻ ഒക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. ഇതിവിടെ ഒരു വലിയൊരു കോട്ടൻ്റെ പുറംഭാഗമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കടൽ. ഇവിടെ അധികം തീരല്ല കെട്ടിയിട്ടില്ല, ഇതുണ്ടല്ലേ, ഇത് ഇത്രയും താഴ്ചയിലാണുള്ളത്. നമ്മളെ കൊളംബോയിൽ കെട്ടിയിട്ട പോലെ ഉണ്ടല്ലേ ഈ ഭാഗം. നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് ഈ ട്രിങ്കോമാലി സിറ്റി. അപ്പോൾ ഞാനിതിൻ്റെ കോട്ടൻ്റെ അകത്തേക്കൊന്ന് കയറുകയാണ്. ഇതാണ് കോട്ട. നമ്മൾ ഓട്ടോ എടുത്തുകൊണ്ട് പോകും. ഇതിൻ്റെ അകത്ത് മിലിറ്ററി ക്യാമ്പൊക്കെ ഉണ്ട്, നമ്മളെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞേക്കുന്നത്. നല്ല വലിയ വലിയ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഓരോ കോട്ടക്കും ഓരോ പേരുണ്ടല്ലോ. ഈ കോട്ടൻ്റെ പേരാണ് ഫോർട്ട് ഫെഡറിക് എന്ന അതിൻ്റെ പേര്. ഇത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇവിടുത്തെ പട്ടാള ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലോകപ്രശസ്തമായ പുരാതന ഹിന്ദു കോണേശ്വരൻ ക്ഷേത്രമുണ്ട്, അവിടേക്കാണ് ഈ റോഡ് പോകുന്നത്. ഇതുണ്ടല്ലോ, ഇവിടെ മിലിറ്ററീൻ്റെ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 8:30 മണിയായിരിക്കുന്നു. ഒരുപാട് ആൽമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നേരെ ചെന്ന് അവസാനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലത്തിൻ്റെ അവിടേക്കാണ്. ഇവരൊക്കെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ് വിടാനായിരിക്കുന്നു ബിൽഡിങ്ങുകളൊക്കെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്തതിൽ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.